സമയം 7:14. ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിത്യനെ കോളേജ് അധികൃതർ കൊലപ്പെടുത്തിയതെന്ന് കുടുംബം. അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപ് ആദിത്യനെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. മകൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആദിത്യന്റെ അമ്മ ആവശ്യപ്പെട്ടു. അവൻ്റെ ഒരു സാറ് സന്ദീപ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്. ഇവൻ്റെ റൂമിലും മയക്കുമരുന്ന് പോലുള്ള എന്തോ സാധനം ഓർഡർ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അത് ഇവൻ്റെ റൂമിലെ കുട്ടികൾ വരെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പേടിച്ച് ഇവൻ മാറി വേറെ റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാർ അവനെ വിളിച്ച് എല്ലാ കുട്ടികളും പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം കൂടെ നിൽക്കുക എൻ്റെ കൊച്ചിൻ്റെ പറഞ്ഞ് നീയാണ് ഇതിൻ്റെ മെയിൻ ആള്, അതുകൊണ്ട് നീ മാത്രമല്ല ബാക്കിയുള്ള കുട്ടികളെ എല്ലാ പേര് നീ പറയണമെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ നാണം കെടുത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ പറഞ്ഞ എന്നെ മാനസികമായിട്ട് ഞാൻ തളർന്നു അമ്മ ആ ഒരു വാക്ക് കേട്ടപ്പോൾ. പിന്നീട് ആ സാറ് മാറ്റി നിർത്തി പറയണമെന്ന് ഞാൻ വെറുതെയാണ് പറഞ്ഞത്, കുട്ടികളെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൊച്ച് യൂണിഫോം എല്ലാം ഇട്ട് കൂട്ടുകാരന്മാർക്കൊപ്പം ഇറങ്ങിയതാണ് പഠിക്കാൻ. ആ ഇറങ്ങിയ കൊച്ച് അവൻ്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞു ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല നീ വെക്കുമെന്ന് പറഞ്ഞ് ഇവ തിരിച്ച് ഹോസ്റ്റലിൽ കയറിയിരുന്നു. പക്ഷെ അതുവരെ അവനില്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടേ. അപ്പോൾ ഈ സാറ് അവനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നായിരിക്കും. കുട്ടികൾ 11 മണിയായിട്ട് അവനെ കാണാത്തത് കൊണ്ട് തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ യൂണിഫോമത്തിൽ ഉടുപ്പില്ല, വെറും പാൻറ് മാത്രമായിട്ട് എൻ്റെ കൊച്ചു തൂങ്ങി നിൽക്കണമെന്നാണ് പറഞ്ഞത്. ആദിത്യന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ബംഗളൂരുവിലെ BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ആദിത്യനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സന്ദന സജുവാണ് ഇന്ന് ആദിത്യന്റെ കുടുംബവുമായി സംസാരിച്ചത്, അമ്മയുമായി സംസാരിച്ചത്. സന്ദന നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സന്ദന, വെരി ഗുഡ് മോർണിംഗ്. സന്ദന, വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടത്. അമ്മയുമായിട്ട് സാന്ത്വന സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ആകെ തകർന്ന നിലയിലാണ് അവർ. തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നതറിയണം, അത് അമ്മയുടെ അവകാശമാണ്. തൻ്റെ മകന് നീതി നിഷേധിക്കപ്പെട്ടു, തൻ്റെ മകന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആ കോളേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണോ അമ്മ പറയുന്നത്? പ്രത്യേകിച്ചിട്ട് അധ്യാപകനെതിരെ കൂടി അമ്മ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ കോളേജിൽ പല വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ഇതിൻ്റെ പേരിൽ അധ്യാപകൻ ആദിത്യനെ, ഇതൊന്നും ഉപയോഗിക്കാത്ത ആദിത്യനെയൊക്കെ മാനസികമായി പീഡിപ്പിച്ചു എന്നുമാണോ അമ്മ പറയുന്നത്? ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ നേരത്തെ നിതിൻ രാജിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണോ ആദിത്യന്റെ മരണത്തിലേക്ക് നയിച്ചത്? സന്തുന, അരുൺ, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഒരു ഡോക്ടർ റാം ആയിരുന്നുവെങ്കിൽ ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സന്ദീപാണ് ഇതിനൊക്കെ പിന്നിൽ എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദിത്യനെ ഈ സന്ദീപ് അവിടുത്തെ അധ്യാപകനുമാണ്, അതുപോലെ തന്നെ ഇവരുടെ ഹോസ്റ്റലിന്റെ വാർഡനുമാണ്. ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന അധ്യാപകനാണ് ആദിത്യനെ മാനസികമായി വളരെ വലിയ രീതിയിൽ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത് എന്നുള്ള ആരോപണമാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. നേരത്തെ നമ്മൾ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയും അതുതന്നെയാണ് പറയുന്നത്. ഈ സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകൻ ഈ ആദിത്യൻ അവിടുത്തെ ഹോസ്റ്റലിലെ ലീഡറാണ്. അപ്പോൾ അവിടെ പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി പറഞ്ഞു കൊടുക്കണം, ആരാണ് ഇവർക്ക് സപ്ലൈ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രവുമല്ല, ഇനി എല്ലാ വിദ്യാർത്ഥികളും ഇരുന്ന സമയത്ത് ആദിത്യനെ ഇയാൾ മാനസികമായി പീഡിപ്പിക്കുകയുണ്ടായി. അത് നീയും ഇതിന്റെ ഒരു പ്രധാന കണ്ണിയാണ്, നീയാണ് ഇവർക്ക് ഇത്തരത്തിൽ ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആദിത്യനെ മാനസികമായി തളർത്തുന്ന ഒരു സമീപനം പോലും ഈ അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് കുടുംബം പറയുന്നത്. അത് ആദിത്യൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞു പോയ വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് ആദിത്യൻ പറയുകയും ചെയ്തിരുന്നു, എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് സാർ ഇങ്ങനെ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യം പോലും ആദിത്യൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നതൊക്കെ ഒരു തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ആദിത്യൻ അത് വലിയ രീതിയിൽ മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. അത് മാത്രവുമല്ല, പിന്നീട് ഈ സാർ ആദിത്യനെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് പല കാര്യങ്ങളും, അതായത് അങ്ങനെയൊന്നും നീ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായി ഞങ്ങൾക്ക് വ്യക്തതയില്ല, പക്ഷേ എന്നാലും നീ എല്ലാവരെയും ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരണം, അത് പറയാൻ വേണ്ടിയാണ് നിന്റെ പേര് പറഞ്ഞത് എന്നുകൂടിയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഈ സാറ് സമീപിച്ചിരിക്കുന്നത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. നമുക്കിപ്പോൾ ആദ്യത്തിന്റെ ബന്ധുക്കളോട് കൂടി ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തപ്പോൾ എന്താണ് അവർ പറയുന്നത്? ഇപ്പോൾ അവിടെയാണോ? അവിടെ എന്താ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ എന്താ അവർ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ടല്ല, സപ്പോർട്ട് ചെയ്യാതെ ഒഴിഞ്ഞു മാറാണ്. കാര്യം രാഷ്ട്രീയ ലെവലിൽ അവർ മേളിലോട്ട് പോയി കഴിഞ്ഞു. കാര്യം അവർക്കറിയാം ഇവർ പാവങ്ങളാണ്,
ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അവരെ പെരുമാറ്റങ്ങൾ. കാര്യം സാർ പല വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. മാനസികമായി ചെയ്യുന്നുണ്ട്, നല്ല വൃത്തി അറിയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതിന് പ്രൂഫുണ്ട്. ഓരോ കുട്ടികളെ ചെയ്തിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും അവർ പറഞ്ഞ വോയിസ് എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി പിടാനാണ്. ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാണ് ലാസ്റ്റ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് എന്നെ സഹോദരിയുടെ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അത് ഇത് പൊളിഞ്ഞപ്പോൾ അവർ ഡ്രഗ്സ് ഉപയോഗം എന്നായി, ലവ് ഫെയിലിയർ എന്നായി. കാര്യം എങ്ങനെയെങ്കിലും അവരെ ബോഡി എത്തിച്ച് അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാവണം. വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരാതിരിക്കാനും ഇക്കാര്യങ്ങളൊന്നും പറയാതിരിക്കാനുമുള്ള വലിയ ശ്രമം അവർ നടത്തുന്നുണ്ട്. ശ്രമം നടത്തി രാത്രി തന്നെ ഒരു മീറ്റിംഗ് കൂടി 12 മണി ആ സമയത്തെല്ലാം വിദ്യാർത്ഥികൾ ഫോൺ പിടിച്ചു വയ്ക്കുകയായിരുന്നു. ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഈ ഫോണെല്ലാം ടീച്ചേഴ്സിൻ്റെ എല്ലാവരും കയ്യിലായിരുന്നു. പിന്നെ ഈ കുട്ടികൾ ഒളിഞ്ഞും ഭാഗത്ത് ഓരോ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത്. അതുപോലെ അവൻ എഴുതിയെന്ന് പറയുന്ന ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അത് ആ മരണസമയത്തോ അങ്ങനെ ഒന്നും പോലീസ് ഞങ്ങളുടെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ മരണമൊഴി ഇങ്ങനെ ഉണ്ടെന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിനെ പറ്റി അവർ പറയുന്നത് ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ആ ലെറ്ററെ പറ്റി നമുക്കതിന് വിശ്വാസമല്ല. കാര്യം എന്ന് വെച്ചാൽ ആരെഴുതി എന്താണ് നമുക്കത് അറിയത്തില്ല. കാര്യം എല്ലാം പൊളിഞ്ഞപ്പോൾ അവർ ഈ ലെറ്ററും കൊണ്ട് വന്നേക്കാം സ്വമനസ്സായി ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്തേക്കുകയാണ്. അരുൺ, ഇത് തന്നെയാണ് അടിമുടി ദുരൂഹതയാണ്. എന്താണ് ബാംഗ്ലൂരിലെ കോളേജിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴും കൃത്യമായി ആർക്കും അറിയില്ല എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഇതെല്ലാം മറയ്ക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. വീട്ടിൽ ഇന്നലെ വിളിച്ച സമയത്ത് പോലും ആദിത്യൻ ബാത്റൂമിൽ വീണു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആദിത്യൻ ആത്മഹത്യ ചെയ്തതാണ്. ആദിത്യന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നേ മതിയാവൂ. ഇന്ത്യൻ രാജ്യത്തിന്റെ ഭരണത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് സംഭവിച്ചതെങ്കിൽ ഇവിടെ മറ്റൊരു തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ അധ്യാപകരും അവിടുത്തെ വ്യവസ്ഥയുമെല്ലാം ആദിത്യന്റെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നുള്ളതാണ് സംശയം. എന്തായാലും ബന്ധുക്കൾ പറയുന്നത് പോലെ അമ്മ വളരെ വൈകാരികമായി പ്രതികരിച്ചതുപോലെ ആദിത്യന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ന്യായമായ അവകാശം ആ കുടുംബത്തിനുണ്ട്. തീർച്ചയായിട്ടും പോലീസ് അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സംസ്ഥാനത്താണ് നടക്കുന്നത്. നമുക്കിനിയും മനസ്സിലാവാതെ പോകുന്നത് ഇത്തരം സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ നടക്കുന്നത് എന്താണ് എന്നാണ്. ഒരിടത്ത് എൻറാമിനെ പോലൊരു അധ്യാപകൻ, ഇവിടെ സന്ദീപിനെ പോലെ മറ്റൊരു അധ്യാപകൻ. ഈ അധ്യാപകരെല്ലാം തന്റെ മുന്നിലിരിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും പഠിക്കാൻ വരുന്നത് വിദ്യാർത്ഥികളാണെന്നും അവർക്ക് വേണ്ടുന്ന പിന്തുണയും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടും മാറുകയാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്നും മറന്നു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. വല്ലാതെ മാനവികത ഇല്ലാതായി പോകുന്ന മുറികളായിട്ട് തീരുന്നു ക്യാമ്പസുകൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്വാശ്രയ പ്രൊഫഷണൽ ക്യാമ്പസുകൾ. ബാംഗ്ലൂരിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ അയക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുക. എന്താണ് അവരുമായിട്ട് സംഭവിക്കുന്നത്, അവർക്ക് എന്താണ് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നൊക്കെ അറിയുക. കുട്ടികളല്ലേ, അതൊന്നും താങ്ങാനുള്ള ശേഷി ഒരുപക്ഷെ അവർക്കുണ്ടായി എന്ന് വരില്ല. ആത്മഹത്യ പക്ഷേ അപ്പോഴും ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല.